प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ജബ് ഹം ധീരെ ചൽത്തേ ഹെ എന്ന പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ്. പാഠത്തിന്റെ വിശകലനം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നിരുന്നു. ക്വസ്റ്റ്യൻ ആൻസർ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആ പാഠം ഒരിക്കലൊന്ന് കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നേരെ നമ്മൾ പാഠത്തിലെ ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. ഓരോ ചോദ്യവും അതിന്റെ ഉത്തരവുമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ ചോദ്യം തന്നെ, മേരെ പാസ് ഖാ കെ അലാവ കോയി ജവാബ് നാ ഥാ, ലേഖക കെ ഇസ് കഥൻ കാ താല്പര്യ ഹെ. എന്റെ അടുത്ത് ശരി എന്നുള്ള ഒരു ഉത്തരമല്ലാതെ മറ്റൊരു ഉത്തരം ഇല്ലായിരുന്നു. ലേഖകൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം എപ്പോഴാണ് അങ്ങനെ പറഞ്ഞതെന്ന്, അല്ലെ? ഞാനത് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. लेखक के कथन मेरे पास हाँ के अलावा कोई जवाब न था का तात्पर्य है कि लेखक को लुआना द्वारा यात्रा को चित्रों में दर्ज करने का जो न्योता मिला वह इतना आकर्षक और अनूठा था कि लेखक उसे मना नहीं कर सका. കുറച്ചൊരു നീണ്ട സെൻറ്റൻസ് ആണ്, പക്ഷെ അത്രയും പറഞ്ഞാലേ ആ ആശയം മുഴുവനായിട്ട് വരികയുള്ളൂ. ലേഖകൻ എൻ്റെ അടുത്ത് ഹാം അതെ പോകാം റെഡിയാണ് എന്നൊരു ഉത്തരമല്ലാതെ മറ്റൊരു ഉത്തരമില്ലായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അതായത് ലേഖകോ ലുവാന ദ്വാര യാത്രാക്കോ ചിത്രോമേ ദർജ് കർണേക്ക ജോ നോട്ടാമില്ല. ലേഖകന് ലുവാന ഒരു ക്ഷണം കൊടുക്കുകയാണ്. ന്യോത്ത എന്ന് പറഞ്ഞാൽ ക്ഷണം എന്നാണ്. എന്ത് ക്ഷണമാണ് കിട്ടിയത്? യാത്രാക്കോ ചിത്രോമേ ദർജ് കർണേക്ക ന്യോത, യാത്രയെ ചിത്രങ്ങളിൽ വരച്ചു കാണിക്കാനുള്ള ഒരു ക്ഷണമാണ് കിട്ടിയത്. വഹിത്തന ആകർഷകർ അനൂഠാക്കി ലേഖക് ഉസെ മനാനഹി കർസക. ആ ഒരു കാര്യം വളരെ ആകർഷകമായ ഒരു കാര്യമാണ്. അതുപോലെ ലേഖകനെ സംബന്ധിച്ച് അത് അനന്യമായ ഒരു കാര്യമാണ്. അതായത് ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും അത് ലഭിക്കണമെന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യം. അതുകൊണ്ടാണ് അനൂഠ എന്ന് പറഞ്ഞിരിക്കുന്നത്. അനന്യമായ ഒരു കാര്യമാണ്. ലേഖക് ഉസെ മനാനഹി കർസക. അതുകൊണ്ട് തന്നെ ലേഖകന് ആ ക്ഷണത്തെ നിരസിക്കാനായിട്ട് പറ്റിയില്ല. लेखक के पास उस प्रस्ताव को स्वीकार करने के अलावा और कोई विकल्प नहीं था. ലേഖകന് ആ ഒരു പ്രസ്താവനയെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ, കെ അലാവ എന്ന് പറഞ്ഞാൽ എന്നത് കൂടാതെ, കോയി ഓർ വികൽപ്പ് നഹി ഥ, മറ്റൊരു ചോയ്സ് ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചിത്രകാരനാണല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ചിത്രം വരയ്ക്കാനുള്ള ഓരോ അവസരവും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു അവസരം അത് സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ചോയ്സ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ക്യോങ്കി വഹ് സ്വയം ഭി ഇസ് അനുഭവക്കോ പ്രാപ്ത കർണേക്ക് ഉത്സുകത. കാരണം എന്താണ്? ലുവാനയുടെ ക്ഷണം എന്നതിലുപരിയായിട്ട് അദ്ദേഹം സ്വയം തന്നെ ഈ ഒരു അനുഭവം, അതായത് ഒരു യാത്രയെ ചിത്രങ്ങളിലാക്കാനുള്ള ഒരു അനുഭവം, അത് നേടാനായിട്ട് അദ്ദേഹം സ്വയം തന്നെ വളരെ തൽപരനായിരുന്നു. ഉത്സുക എന്ന് പറഞ്ഞാൽ തൽപരൻ എന്നാണ്. यह कथन लेखक की उस यात्रा के प्रति पूर्ण सहमति और उत्साह को दर्शाता है. ഈ ഒരു പറച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ലേഖകന് ഈ യാത്രയോടുള്ള പൂർണ്ണമായ ഒരു സഹമതി എന്ന് പറഞ്ഞാൽ സഹഭാവം, ഒരു പൂർണ്ണ സമ്മതം ലേഖകനുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെയധികം ഉത്സാഹവുമുണ്ട്. അതായത് യാത്ര പോകാൻ ലുവാന ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായ സമ്മതവും അതുപോലെ ഉത്സാഹവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതെ എന്ന ഒരു ഉത്തരവല്ലാതെ മറ്റൊരു ഉത്തരം അദ്ദേഹത്തിന് പറയാനായിട്ട് ഇല്ലായിരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹമേ കഹീം പഹഞ്ചനെ കി ജൽദി നഹി ഥി, ഇസ് കഥൻ മേ കലാ തിയേറ്ററോ കി കോൺസി വിശേഷത പ്രകട ഹോത്തി ഹെ. ഞങ്ങൾക്ക് ഒരിടത്തും എത്താനായിട്ട് ധൃതിയില്ലായിരുന്നു. ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് കലാ തിയേറ്ററയുടെ എന്ത് സവിശേഷതയാണ് പ്രകടമാകുന്നത്? ആൻസറിലേക്ക് വരാം നമുക്ക്. ഇസ് കഥൻ മേ കലാ തിയേറ്റർ കി സ്വച്ഛത और താൽക്കാലികത की विशेषता प्रकट होती है. ഈ ഒരൊറ്റ പറച്ചിലിൽ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കലാ തിയേറ്ററോ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ സ്വച്ഛത और താൽക്കാലികത की विशेषता प्रकट होती है, അതിന്റെ ഒരു സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അതിന്റെ ഒരു താൽക്കാലികത എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരിടത്തും നിൽക്കാത്ത ഒരവസ്ഥയ്ക്കാണ് നമ്മൾ താൽക്കാലികം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ സ്ഥാപനം താൽക്കാലികമാണ്, സ്ഥിരമായി ഒരിടത്തും നിലനിൽക്കുന്ന സ്ഥാപനമല്ല.
അതാണ് ഈ ഒരൊറ്റ പറച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ സ്ഥാപനം ഒരു സ്ഥിരമായ സ്ഥാപനമല്ല, താൽക്കാലികമാണ്. അതുപോലെ തന്നെ അത് സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥാപനമാണ്. ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഞാൻ അല്പം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പഠിക്കാൻ വിഷമമുള്ളവർ ഈ ഒരൊറ്റ സെനൻസ് പഠിച്ചാൽ മതി. അല്ലാത്തവര് ഇതിന്റെ ആശയം കൂടെ മനസ്സിലാക്കുക. यह दर्शाता है कि कला थिएटर की कलाकार किसी पूर्व निर्धारित योजना या समय सीमा से बंधे नहीं है. അപ്പൊ ഈ ഒരു കാര്യം കാണിക്കുന്ന എന്താണ്? കലാ തിയേറ്ററോ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ കലാകാരന്മാര് ഏതെങ്കിലും മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പദ്ധതിയോ അല്ലെങ്കിൽ സമയപരിധിക്കുള്ളിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുൻ നിശ്ചയപ്രകാരമുള്ള പദ്ധതികളില്ല, നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീർക്കേണ്ട കാര്യങ്ങളും ഇല്ല. ബൽക്കി വേ അപ്നി കലാക്ക പ്രദർശൻ, മറിച്ച് അവരവരുടെ കലയുടെ പ്രദർശനം എങ്ങനെയാണ് നടത്തുന്നത്? അപ്പിനി ഇച്ഛ അവസരക്കെ അനുസാർ കർത്തേഹേ, അവരുടെ ആഗ്രഹമനുസരിച്ച് അല്ലെങ്കിൽ അവസരത്തിനനുസരിച്ചാണ് നടത്തുന്നത്. രാസ്തമേം രുക്കുക്കർ നാച്ചത്തെ ഗാത്തെ അവർ ബജാത്തെ ഹി, അവർക്ക് ഇഷ്ടമുള്ള വഴിയിൽ അവർ നിൽക്കും, അവിടെ വെച്ച് ഡാൻസ് ചെയ്യും, അവിടെ വെച്ച് പാട്ട് പാടും, അവിടെ വെച്ച് വാദ്യമേളങ്ങളോടുകൂടി പാട്ട് പാടുകയോ നൃത്തം ചെയ്യുകയോ ഒക്കെ ചെയ്യും. അതെവിടെയാണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് കലാ തിയേറ്ററുടെ വിശേഷത എന്ന് പറയുന്നത്. സ്ഥിരമായ ഒരു സ്ഥാപനം അല്ല. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പ്രയോഗ കാ മതലബ് ക്യാ ഹെ? നമുക്കറിയാം, പുസ്തകത്തിലെ ഈ വാക്യം പറഞ്ഞത് നമ്മുടെ കഴുതയെക്കുറിച്ച് പറഞ്ഞ ഒരു ഭാഗത്താണ് അല്ലെ. പിയാക്കോ നദിയുടെ ഇക്കരെ വന്ന് നിൽക്കാൻ തുടങ്ങി അല്ലെ. എത്ര കണ്ട് പറഞ്ഞിട്ടും അവൻ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. ആ അർത്ഥത്തിലാണ് തസുസേ മസ് ന ഹുവ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദ വിവരം തന്നിട്ടുണ്ട്, താഴേക്ക് നമുക്ക് നോക്കാം. तसुसे मस न हुआ इस प्रयोग का मतलब है कि किसी बात या प्रयास का कोई असर न होना. തസുസെ മസ് ന ഹുവ എന്ന് പറയുന്ന ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? കിസി ബാത് യാ പ്രയാസ് കാ കോയി അസർ ന ഹോന, ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ശ്രമം അതിന് യാതൊരു ഫലവും ഇല്ലാതെ വരിക എന്നാണ് ഇതിന്റെ അർത്ഥം. പഠിക്കാൻ വിഷമമുള്ളവർക്ക് അവിടെ കൊണ്ട് നിർത്താം. ഒറ്റ വാക്കിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇവിടെ കൊണ്ട് നിർത്തുക. കിസി ബാത് യാ പ്രയാസ് കാ കോയി അസർ ന ഹോന, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ശ്രമം അതിന് യാതൊരു ഫലവും ഇല്ലാതെ വരിക. ഇനി അത് വിശദീകരിച്ച് പറയാണ്. യാ കിസിക്ക് സമച്ചാനെ ബുച്ചാനെ പ്രതി അപ്നി ജഗത്ത് ഹിൽന, അതായത് ആരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലും, സമച്ചാന ബുച്ചാന എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക, സമ്മതിപ്പിക്കുക എന്നൊക്കെയാണ് സമച്ചാന ബുച്ചാന എന്ന് പറയുന്നത്. ആരൊക്കെ ഏത് കാര്യം വിശദീകരിച്ച് പറഞ്ഞാലും സമ്മതിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും അപ്നി ജഗത്ത് ഹിൽന, തന്റെ നിലപാടിൽ നിന്ന് തന്റെ സ്ഥലത്ത് നിന്ന് അനങ്ങാതെ ഇരിക്കുക. യാ അപ്ന വിചാർന ബദൽന, അല്ലെങ്കിൽ തന്റെ ആ വിചാരങ്ങൾ, തന്റെ ആ ചിന്ത അത് മാറ്റാതിരിക്കുക. ഇതാണ് ശരിക്കും തസുസെ മസ് ന ഹുവ എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം. അതൊരു ശൈലിയാണ്. ഈ സന്ദർഭത്തിൽ, നമ്മുടെ ഈ പാഠത്തില് ഈ സന്ദർഭത്തിൽ പിയാക്കോ पर एलिया के मनाने की कोशिशों का कोई असर न हुआ, പിയാക്കോയെ അനുനയിപ്പിക്കാനായിട്ട് എലിയ നടത്തിയ ഒത്തിരി ശ്രമങ്ങൾ, മനാനയ്ക്ക് കോശിശ് എന്ന് പറഞ്ഞാൽ അനുനയിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതിന് കോയി അസർ നഹി ഹുവ, അതിന് യാതൊരു ഫലവും ഉണ്ടായില്ല. ഓർ വഹ നദി പാർ കർണേക്കിലെ തയ്യാർ നഹി ഹുവ, എന്ന് മാത്രമല്ല നിന്നിടത്തുനിന്ന് അവൻ അനങ്ങിയില്ല, നദി അക്കരെ കടക്കാൻ അവൻ തയ്യാറായും ഇല്ല. ഇതാണ് ഈ പാഠത്തിലെ ആശയത്തിൽ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. उसकी जड़ ऊपर थी जो फूलों की तरफ लग रही थी. ऐसा कोई दृश्य आपने काफी कुछ अलग तरीके से महसूस किया है? അതിന്റെ വേരുകൾ മുകളിലായിരുന്നു, അതൊരു പ്രത്യേക രീതിയിൽ കാണപ്പെട്ടു. അതെങ്ങനെയാണ്? ഫൂലോങ്കി തരകിൽ ലഗ്രഹീത്തി, വേര് കണ്ടിട്ട് പൂക്കളാണെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. ആ രീതിയിലാണ് ചെടി മറച്ചു പിടിച്ച ഗോതമ്പിന്റെ ചെടി മറച്ചു പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്. ऐसा कोई दृश्य आपने काफी कुछ अलग तरीके से महसूस किया है? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഇഷ്ടംപോലെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഞാനാണെങ്കിൽ എപ്പോഴും ഓർക്കും, ഫേസ്ബുക്കിൽ ഞാനൊരു ചിത്രം, ഒരു സ്ത്രീ താഴേക്ക് വീഴാൻ, വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാനായിട്ടുള്ള പോകുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കൈ എടുക്കുന്ന ഒരു ചിത്രം, അത് കണ്ടാൽ നമുക്ക് ഭയമാകും. പക്ഷേ നമ്മൾ അത് തിരിച്ചു പിടിച്ച് നോക്കിക്കഴിയുമ്പോൾ എന്താണ്,
ഒരു പാറപ്പുറത്ത് നിന്നുകൊണ്ട് ആ സ്ത്രീ ആ മനുഷ്യന് നേരെ കൈ നീട്ടുന്നതായിട്ടാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഈ കാര്യം ഓർക്കും. ഞാൻ നിങ്ങൾക്ക് പക്ഷെ വേറൊരെണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഞാൻ തന്നിരിക്കുന്ന ആശയത്തിലേക്ക് വരാം. ഹാ മേനെ ഐസ ദൃശ്യ ദേഖാ ഹെ, ഞാൻ അങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടുണ്ട്. മേനെ ഏക് ബാർ ഏക് പ്രദർശനീനെ ഏക് കലാകൃതി ദേഖീത്തി, ഞാൻ ഒരു തവണ ഒരു പ്രദർശനത്തിന് പോയി അവിടെ ഒരു കലാകൃതി കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് കലാകൃതി എന്നുള്ള വാക്കിനെ അടുത്ത് ശരിക്കും ഒരു രചന കണ്ടു. ജഹാ ഏക് പേടുക്കോ ഉലട്ട ലട്കായ ഗയാഥ, അതിൻ്റെ അകത്ത് ഒരു മരത്തിനെ തിരിച്ചു തൂക്കിയിട്ടിരിക്കുന്നതായിട്ടാണ് വരച്ചു ചേർത്തിരിക്കുന്നത്. ഉസ്കി ജഡേം ഊപ്പർ കി ഓർ ഥി, അതിന്റെ വേരുകള് മുകളിലായിരുന്നു. യഹേക്ക് ബഹുത് ഹി അനൂഠ അവർ വിചാരോത്തേജക ദൃശ്യത, അത് വളരെ ഒരു അനന്യമായ, അതുപോലെ നമ്മളുടെ ചിന്തയെ ഉണർത്തുന്ന ഒരു ദൃശ്യമായിരുന്നു. വിചാരോത്തേജകം എന്ന് പറഞ്ഞാൽ ചിന്തയെ ഉണർത്തുന്നതാണ്. ജോ സാമാന്യ ധാരണാവുകോ ചുനൗത്തി ദേരഹാഥ, നമ്മുടെ ഒരു സാധാരണ രീതി എന്ന് പറഞ്ഞാൽ മരം തലതിരിച്ച് ഉള്ള വരയ്ക്കാൻ ചിന്തിക്കത്തില്ല അല്ലെ, മരം എപ്പോഴും മുകളിലേക്ക് ഉയരുന്നതായിട്ടാണ് നമ്മുടെ സാമാന്യ ധാരണ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ സാധാരണ ധാരണകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിത്രമായിരുന്നു അത്. സോച്ചിനെ पर मजबूर कर गया है गया कि यह सोचने पर मजबूर कर गया, അതെന്നെ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് നിർബന്ധിച്ചു. എങ്ങനെയാണ്? കൈസെ ഹം ചീസോ കോ ദേഖ്നെ കി ആദി, പല കാര്യങ്ങളെയും ഏതൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത്, നമ്മളുടെ സ്വഭാവം, ഒരു കാര്യത്തെ കാണാനുള്ള നമ്മുടെ സ്വഭാവം ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ചിത്രമായിരുന്നു അത്. जब उन्हें एक अलग परिप्रेक्ष्य में प्रस्तुत किया जाता है तो वे कितने अलग दिख सकते हैं, ഒരു കാര്യം ഒരു പ്രത്യേക വീക്ഷണകോണില്, അലക് പരിപ്രേക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദൃഷ്ടികോൺ, വേറെ ദൃഷ്ടികോണിൽ ഒരു കാര്യം അവതരിപ്പിച്ചു കഴിയുമ്പോൾ കിത്തനെ അലക് ദിക് സക്തി ഹെ, അത് നമുക്ക് തികച്ചും എത്ര വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. അതായത് നേരെ മുകളിലേക്ക് ഉയരേണ്ട ഒരു മരത്തെ ഒരു വഴിയില് നേരെ താഴേക്ക് വരച്ചു ചേർത്തിരിക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും മുകളിലേക്ക് വരുന്ന ഒരു മരമാണ് അല്ലേ, പക്ഷെ താഴേക്കുള്ള വര കാണുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു സാധാരണ ധാരണകളെ ചോദ്യം ചെയ്യുന്ന ഒരു ചിത്രം തന്നെ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. बालकनी में खड़ी महिला के लिए मैतेइयों ने वहीं खड़े होकर परफॉर्म किया, यहाँ मैतेइयों का कौन सा मनोभाव प्रकट होता है? ബാൽക്കണിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് മൈത്തേയോ അവിടെ തന്നെ നിന്ന് പെർഫോമൻസ് ചെയ്തു. യഹാ മൈത്തേയോ കാ കോൻ സാ മനോഭാവ പ്രകട ഹോത്താ ഹെ, ഇവിടെ മൈത്തേയോയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാണെന്ന് നമുക്കറിയാല്ലേ. അവരുടെ പെർഫോമൻസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല എന്ന്. അപ്പൊ മൈത്തേയോ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി വരണ്ട, അവിടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല മൈത്തേയോ അവർക്ക് വേണ്ടി പ്രകടനവും കാഴ്ചവെക്കുകയാണ്. ഇവിടെ മൈത്തേയോയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാണെന്നാണ് ചോദ്യം. ഉത്തരം കൊടുത്തിട്ടുണ്ട്. മൈത്തേയോ ने बालकनी में खड़ी महिला के लिए वहीं खड़े होकर परफॉर्म किया. മൈത്തേയോ ബാൽക്കണിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവിടെ തന്നെ നിന്ന് പെർഫോമൻസ് ചെയ്തു. इससे സംവേദനശീലത और സഹാനുഭൂതി का മനോഭാവ പ്രകട होता है. ഇതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സംവേദനക്ഷമത, അതുപോലെ അദ്ദേഹത്തിന്റെ സഹാനുഭൂതി, ഈ ഒരു മനോഭാവമാണ് നമുക്ക് പ്രകടമാകുന്നത്. ഇത്രയും മതി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇത് സംവേദനശീലത അവർ സഹാനുഭൂതി കാ മനോഭാവ പ്രകടമാകെ, ഇതിൽ നിന്ന് സംവേദനക്ഷമതയും അതുപോലെ സഹാനുഭൂതിയുമാണ് ഉള്ളയാളാണ് മൈത്തേയോ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞാല്, मैत्रेयी ने उस महिला की शारीरिक अक्षमता को समझते हुए उसके प्रति दया और संवेदना दिखाते हुए उसके लिए विशेष रूप से परफॉर्म करने का निर्णय लिया. മൈത്തേയോ ആ സ്ത്രീയുടെ ശാരീരികമായ ആ കഴിവുകുറവ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളോട് ദയയും അതുപോലെ തന്നെ അവളോടുള്ള ആ ഒരു സംവേദനശീലവും കാണിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പെർഫോമൻസ് നടത്താനായിട്ട് തീരുമാനമെടുക്കുകയാണ്. दर्शाता है कि मैत्रेय दूसरों की भावनाओं और परिस्थितियों का सम्मान करते हैं. ഈ ഒരു വാക്യം കാണിക്കുന്ന എന്താണ്? മൈത്തേയോ മറ്റുള്ളവരുടെ ചിന്തകളെയും അവരുടെ ചുറ്റുപാടുകളെയും ആദരിക്കുന്നു അല്ലെ. ആ സ്ത്രീക്ക് വളരെ ആഗ്രഹമുണ്ട് പെർഫോമൻസ് കാണണമെന്ന്, അതാണ് അവളുടെ ഭാവന. അവളുടെ ചുറ്റുപാട് എന്താണ്? അവൾക്ക് താഴേക്ക് ഇറങ്ങി വരാൻ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതാണ് അവളുടെ പരിസ്ഥിതി. അപ്പൊ ഈ രണ്ടവസ്ഥയും മൈത്തേയോ ബഹുമാനിക്കുന്നു. അവർ ഉൻകി മദത് കർണേക്കോ തൽപർ രഹത്തേഹെ, ഈ അവസ്ഥയെ ബഹുമാനിച്ചുകൊണ്ട് ആ സ്ത്രീയെ സഹായിക്കാനായിട്ട് അവൻ താല്പര്യം കാണിക്കുന്നു.
അടുത്ത ചോദ്യം, अचानक लगा जैसे हम किसी धागे से बंधे हुए हैं, यहाँ कला की कौन सी विशेषता प्रकट होती है? പെട്ടെന്ന് തോന്നി ഞങ്ങൾ ഏതോ ഒരു ചരട് കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഇവിടെ കലയുടെ എന്ത് പ്രത്യേകതയാണ് പ്രകടമാകുന്നത്? ഉത്തരത്തിലേക്ക് വരാം. यह वाक्यांश अचानक लगा जैसे हम किसी धागे से बंधे हुए हैं, यह दर्शाता है कि संगीत और कला में लोगों को एक साथ जोड़ने, उन्हें एक सांझा भावना में बांधने और सामूहिक रूप से अनुभव करने की शक्ति है. अचानक लगा जैसे हम किसी धागे से बंधे हुए हैं, പെട്ടെന്ന് തോന്നി ഞങ്ങൾ ഒരു ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാണെന്ന്. ഈ വാക്യം എന്താണ് കാണിക്കുന്നത്? യഹ് ദർശാത്ത ഹേ കി സംഗീത और കലാമേ, ഈ ഒരു വാക്യം കാണിക്കുന്നത് സംഗീതത്തിനും കലയ്ക്കും ലോകം കോ ഏക് സാത്ത് ജോഡിനെ, ആൾക്കാരെ ഒന്നിച്ചു ചേർക്കാൻ, ഉനെ ഏക് സാഞ്ച ഭാവനമേ ബാന്ധനെ, അവരെ ഒരൊറ്റ വികാരത്തിൽ കൂട്ടിച്ചേർക്കാൻ. സാഞ്ച ഭാവന എന്ന് പറഞ്ഞാൽ ഒരേ വികാരം പങ്കിടുന്നതിനാണ് സാഞ്ച ഭാവന എന്ന് പറയുന്നത്. അപ്പോ എല്ലാവർക്കും ഒരേ ഒരു വികാരം, ഒരേ ഒരു ഭാവന, ആ ഒരു ഭാവനയിൽ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ അവർ സാമൂഹിക രൂപത്തെ അനുഭവകരണേക്കാ ശക്തിയെ, അതുപോലെ തന്നെ അതിനെ സാമൂഹികമായിട്ട് കൂട്ടായിട്ട് അനുഭവിക്കാനും ഉള്ളൊരു ശക്തി സംഗീതത്തിനും കലയ്ക്കുമുണ്ട്. എന്ന് പറഞ്ഞാൽ പാട്ട് അല്ലെങ്കിൽ കല, സംഗീതം അല്ലെങ്കിൽ കല, ഇപ്പൊ നമുക്ക് സിനിമ തന്നെയാണെന്നിരിക്കട്ടെ, കലയുടെ ഒരു ഭാഗമാണല്ലോ സിനിമ. അപ്പൊ സംഗീതമോ സിനിമയോ കാണാനായിട്ട് പോകുന്ന ആൾക്കാർക്ക് അവിടെ തിയേറ്ററിൽ കൂടുന്നവരുടെ മനോഭാവം എന്താണ്? അവർക്കും വേറെ യാതൊരു ചിന്ത അവിടെ ഇല്ലല്ലേ. അവരവിടെ കൂടുന്നവര് ഒന്നിച്ച് ഒറ്റ മനസ്സോടെ കൂടിയാണ് ആ കലയെ ആസ്വദിക്കുന്നത്. അപ്പൊ സംഗീതത്തിനും കലയ്ക്കുള്ള പ്രത്യേകത എന്താണ്? മനുഷ്യരെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരേ ഒരു ഭാവനയിൽ കൂട്ടിച്ചേർക്കാൻ, അതുപോലെ സാമൂഹികമായിട്ട് ആ കലയെ അനുഭവിക്കാൻ ഉള്ള ഒരു ശക്തി, ഒരു കഴിവ് അവർക്ക് പ്രദാനം ചെയ്യുന്നു. एक कला की उस विशेषता को उजागर करता है जो व्यक्तियों को एकजुट करती है. ഇത് കലയുടെ എന്ത് പ്രത്യേകതയാണ് എടുത്തു കാണിക്കുന്നത്? ആ വ്യക്തികളെ കൂട്ടിച്ചേർക്കുന്നു, ഒന്നിച്ചു ചേർക്കുന്നു. വ്യക്തിയോങ്കോ ഏകജുട് കർത്തി, വ്യക്തികളെ ഒന്നിച്ചു ചേർക്കുന്നു. വ്യത്യസ്തമായിട്ട് ചിന്തിക്കാതെ ഒന്നായിട്ട് ചിന്തിക്കാനായിട്ട് വ്യക്തികളെ ഒന്നിച്ചു ചേർക്കാനുള്ള കഴിവ് കലയ്ക്ക് ഉണ്ട്. അവർ ഉനേം ഏക ഹി ലയ യാ ഭാവനാമേ ശാമിൽ കർത്തി ഹെ, അവരെ ഒരു ലയം അല്ലെങ്കിൽ ഒരു ഭാവന അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. പലഹി വേ അലഗ് അലഗ് പൃഷ്ഠഭൂമി സേഹോ, ഒരുപക്ഷെ അവർ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കാം. ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ അല്ലേ, കലയ്ക്കും സംഗീതത്തിനോ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും നോട്ടമില്ല. എല്ലാവരും ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും സംഗീതവും കലയും ആസ്വദിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ മനോഭാവമാണ് ഉള്ളത്. यानी यहाँ कला की സർവ്വവ്യാപകത और സാമൂഹികത की വിശേഷത പ്രകട होती है. ഇവിടെ കലയുടെ സർവ്വവ്യാപകതയും സാമൂഹികതയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് സർവ്വവ്യാപകത അല്ലെങ്കിൽ സാമൂഹികത എന്ന് പറയുന്നത്? സർവ്വവ്യാപകത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് കല, അല്ലെ? ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മാധ്യമമാണ് കല എന്ന് പറയുന്നത്. അതാണ് സർവ്വവ്യാപകത, സർവ്വവ്യാപിത്വം എന്ന് പറഞ്ഞാൽ. സാമൂഹികത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സമൂഹത്തിൽപ്പെട്ടവരും കല പരിശീലിക്കുന്നുമുണ്ട്, കല ആസ്വദിക്കുന്നുമുണ്ട്, കല പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇതാണ് സാമൂഹികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് പ്രത്യേകതയാണ് കലയ്ക്ക് ഉള്ളത്. എല്ലായിടത്തും കലയുണ്ട്, എല്ലാവരിലും കലയുണ്ട്. ഇതാണ് സർവ്വവ്യാപകത അവർ സാമൂഹികത എന്ന് പറയുന്ന വിശേഷതകൾ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഈ അവസാന ഭാഗം പഠിച്ചാൽ മതി. അതായത് यह कला की उस विशेषता को उजागर करता है जो व्यक्तियों को एकजुट करती है और उन्हें एक ही लय या भावना में शामिल करती है. അത്രയും ഭാഗം പഠിച്ചാൽ മതി. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവര് മുഴുവനായിട്ടും പഠിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. लेखकों को पहले पेड़ का चित्र बनाने का मन नहीं था पर बाद में बनाने लगा क्यों? നമുക്കറിയാം, ആ യാത്രാവിവരണത്തിന്റെ അവസാന ഭാഗത്ത് ലേഖകൻ ഒരു മരത്തിന്റെ ചിത്രം വരയ്ക്കാനായിട്ട് പോയിരുന്നിട്ട് അദ്ദേഹത്തിന് ആദ്യം ആ മരത്തിന്റെ ചിത്രം വരയ്ക്കാൻ അത്ര ഒരു മനസ്സ് തോന്നിയില്ല. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടായി. എന്താണ് അതിന്റെ കാരണം? കാരണം നമുക്കറിയാം. ഉത്തരത്തിലേക്ക് വരാം. ചിത്രകാർ പഹലെ ഉസ് പേട് കാ ചിത്ര ബനാനാ നഹീ ചാഹത്താ ഥാ. ചിത്രകാരൻ ആദ്യം ആ മരത്തിന്റെ ചിത്രം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചില്ല, അല്ലെ വരയ്ക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. ലേക്കിൻ ജബ് ഉസേ പതാ ചല, പക്ഷെ അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായപ്പോൾ, ഏത് കാര്യമാണ്? കി വഹ് കോയി സാധാരണ പേട് നഹീ ഹേ, ഇതൊരു സാധാരണ മരമല്ല. ബൽക്കി പിയാക്കോ കെ അസ്ലി മാലിക് കി യാദ് മേ ലഗായാ ഗയാ ഹെ, ഒരു സാധാരണ മരമല്ല, മറിച്ച് പിയാക്കോയുടെ യഥാർത്ഥ ഉടമസ്ഥന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മരം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ആ കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ
तो उसका मन बदल गया. അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. उसे उस पेड़ में जीवन और सुंदरता का अनुभव होने लगा. പെട്ടെന്ന് തന്നെ ആ മരത്തിന് ജീവൻ ഉള്ളതുപോലെ ആ മരത്തിന് സൗന്ദര്യം ഉള്ളതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. जिसे वो अपनी कला के माध्यम से व्यक्त करना चाहता था. അത് അദ്ദേഹത്തിന്റെ കല വഴിയായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. ആദ്യ ഭാഗം പഠിച്ചാൽ മതി, മുഴുവൻ പഠിക്കണമെന്നില്ല. उसका मन बदल गया वरे പഠിച്ചാൽ മതി. चित्रकार पहले उस पेड़ का चित्र नहीं बनाना चाहता था, लेकिन जब उसे पता चला कि वह कोई साधारण पेड़ नहीं है बल्कि पियाको के असली मालिक की याद में लगाया गया है, तो उसका मन बदल गया. അവിടം വരെ പഠിച്ചാൽ മതി, ബാക്കി വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ടോ. ഇനി നമ്മൾ പുസ്തകത്തിലെ എക്സർസൈസ് ഭാഗത്തേക്ക് വരികയാണ്. ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ആകെ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടോ, കുറച്ച് വാക്യങ്ങളാണ്, പുസ്തകത്തിലെ കുറച്ച് വാക്യങ്ങളാണ്. ഘടനാവുങ്കോ ക്രമബദ്ധകര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഭവങ്ങളെ ക്രമമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മെട്രോമിൽ ലേഖക് കി മുലാഖാത്ത് ലുവാന സെ ഹോന. മെട്രോയിൽ ലേഖകൻ ലുവാനയെ കണ്ടുമുട്ടുന്നു. പിയാക്കോ കെ സാത്ത് യാത്രയ്ക്ക് ശുരുവാത്ത് ഹോന. പിയാക്കോയോടൊപ്പം യാത്ര തുടങ്ങുന്നു. നദിക്ക് പാസ് പിയാക്കോ ക രുക്ക് ജാന. നദിയുടെ അടുത്ത് പിയാക്കോ നിൽക്കുന്നു. ക്രിസ്റ്റീന ക പിയാക്കോ കോ ബാലിയാം ദിഖാന. ക്രിസ്റ്റീന പിയാക്കോയെ ഗോതമ്പിന്റെ കതിരുകൾ കാണിക്കുന്നു. ഖേതമേൻ ജാക്കർ കാതറീന ക ഗാന. കാതറീന വയലിലേക്ക് പോയി പാട്ട് പാടുന്നു. ബാൽക്കണി പർ ഖടി മഹിള കെ ലിയെ മൈത്തയ്യോ ക പെർഫോം കർണ. ബാൽക്കണിയിൽ നിൽക്കുന്ന മഹിളയ്ക്ക് വേണ്ടിയിട്ട്, സ്ത്രീക്ക് വേണ്ടിയിട്ട് മൈത്തയ്യോ പെർഫോം ചെയ്യുന്നു. ലേഖകെ പേട് ക ചിത്ര ഖിഞ്ചനെ ക പ്രയാസ് കർണ. ലേഖകൻ ആ മരത്തിന്റെ ചിത്രം വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഘടനാവുങ്കോ ക്രമബദ്ധകരെ എന്ന് പറഞ്ഞ് നമ്മൾക്ക് തന്നിരിക്കുന്ന സംഭവങ്ങളെ ക്രമമാക്കാൻ. സത്യത്തിൽ ഈ തന്നിരിക്കുന്നതിനെ ക്രമമായിട്ടാണ്, അതിന് വ്യത്യാസത്തിന്റെ ഒന്നും കാര്യമില്ല. ഇത് തന്നെയാണ് ഞാൻ താഴേക്ക് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇനി വായിച്ച് പറയുന്നില്ല. സംഭവങ്ങൾ ക്രമമായിട്ട് തന്നെയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യം തന്നവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം. ചോദ്യം ശരിയാണ്, ചോദ്യത്തിൽ തന്നെ സംഭവങ്ങൾ ക്രമമായിട്ടാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ പ്രത്യേകിച്ച് അത് ക്രമമാക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. पढ़े हमारा पिछला परफॉर्मेंस अच्छा नहीं हुआ, हम सब तनाव में थे, पर आज जैसे ही कुर्दिस्तान के अख्ते और ईरान के मेहंदी ने साथ बजाते हुए गाना शुरू किया तो सब मजे से उनके आसपास नाचने लगे. अचानक लगा जैसे हम किसी धागे से बंधे हुए हैं, लगा जैसे हम जैतून की पत्तियों से सरसरा रहे हैं. ഇത് പുസ്തകത്തിലെ തന്നെ ഒരു പാരഗ്രാഫാണ് അല്ലേ. उस दिन के अपने परफॉर्मेंस के बारे में കാതറീന अपनी डायरी में लिखती है. ആ ദിവസത്തെ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് കാതറീന അവളുടെ ഡയറിയിൽ എഴുതുന്നു. ചിത്രത്തിൽ കണ്ടോ കാതറീന ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന. കാതറീനക്ക് വഹ ഡയറി ലിഖേ. കാതറീനയുടെ ആ ഡയറി എഴുതൂ. ഞാൻ വളരെ ചുരുക്കിയാണ് തന്നിരിക്കുന്നത്, പെട്ടെന്ന് വായിച്ച ആശയം പറയാം. പ്രിയ ഡയറി, ആജ് കാ ദിൻ കിത്തന അത്ഭുത താ. ഇന്നത്തെ ദിവസം എത്ര അത്ഭുതാവഹമായിരുന്നു. ഹമാര പിച്ചല പെർഫോമൻസ് അച്ഛാ നഹി ഹുവാ താ. ഞങ്ങളുടെ ഇന്നലത്തെ പെർഫോമൻസ്, കഴിഞ്ഞ പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു. और हम सब बहुत तनाव में थे. ഇന്നലെ ഞങ്ങൾ എല്ലാവരും നല്ല ടെൻഷനില്ലായിരുന്നു. लेकिन आज सब कुछ बदल गया. പക്ഷെ ഇന്ന് എല്ലാം മാറി. जैसे ही कुर्दिस्तान के हस्ती और ईरान के मेहंदी ने अपने साज बजाकर गाना शुरू किया, एक जादू सा हो गया. കുർദിസ്ഥാനിൽ നിന്നുള്ള അസ്ഥിയും ഇറാനിൽ നിന്നുള്ള മേഹന്തിയും അവരുടെ വാദ്യങ്ങൾ മീട്ടിക്കൊണ്ട് പാട്ട് പാടാൻ ആരംഭിച്ചത് ഒരു മാജിക് പോലെ, ഒരു അത്ഭുതം പോലെയാണ് ഞങ്ങൾക്കത് തോന്നിയത്. സബ് ലോഗ് ഖുശി സെ നാച്നെ ലഗെ. എല്ലാവരും വളരെ സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഐസാ ലഗാ ജൈസെ ഹം സബ് കിസി അദൃശ്യ ധാഗെ സെ ബന്ധേ ഹുയേ ഹോ. എനിക്കിങ്ങനെ തോന്നി, അതായത് ഞങ്ങളെല്ലാവരും ഏതോ ഒരു അദൃശ്യമായ ചരടിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. एक दूसरे से जुड़े हुए. ഞങ്ങൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. मुझे लगा जैसे हम जैतून की पत्तियों की तरह हवा में सरसरा रहे हो. എല്ലാവരും ചേർന്ന് നൃത്തം ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എന്താണ്, ഞങ്ങൾ ഒലിവ് മരത്തിന്റെ ഇലകൾ പോലെ പരസ്പരം കൂട്ടിമുട്ടുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒലിവ് മരത്തിന്റെ ഇലകൾ കാറ്റിലാടുന്നത് പോലെ ഞങ്ങൾ പരസ്പരം കൂട്ടി ഉരസുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കിത്തനി ആസാദി और खुशी महसूस हुई. എത്ര സ്വാതന്ത്ര്യവും എത്ര സന്തോഷവുമാണ് ആ സമയം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പെർഫോമൻസ് ഹമേശ മേരെ ദിൽ മേ രഹേഗാ. ഈ പെർഫോമൻസ് എന്നും എന്റെ മനസ്സിൽ ഉണ്ടായിരിക്കും. കാതറി पढ़े लिखे. एक महिला ने अपनी बालकनी पर आकर कहा कि वे चल नहीं सकती है, इसलिए नहीं आ पाएगी. यह सुनकर मैतेइयों ने वहीं खड़े होकर उनके लिए परफॉर्म किया. इस अवसर पर महिला और मैतेइयों के बीच में हुई बातचीत लिखे. ഒരു സ്ത്രീയെ
പെർഫോമൻസ് കാണാൻ ഇറങ്ങി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മൈത്തേയോ അവിടെ തന്നെ നിന്ന് അവർക്ക് വേണ്ടി പെർഫോമൻസ് നടത്തി. ഈ സന്ദർഭത്തിൽ മൈത്തേയും ആ സ്ത്രീയും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ചുരുക്കി ഞാനത് നിങ്ങൾക്കായിട്ട് എഴുതിയിട്ട് തന്നിട്ടുണ്ട്. महिला नमस्ते, मैं बालकनी से बोल रही हूँ. मैं आज नीचे नहीं आ पाऊँगी क्योंकि मैं चल नहीं सकती. നമസ്കാരം, ഞാൻ ഈ ബാൽക്കണിയിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ, സംസാരിക്കുന്നത്. ഞാൻ ഈ ബാൽക്കണിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. മേ ആജ് നീച്ചെ നഹി ആ പാവുങ്കി, എനിക്കിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. ക്യോങ്കി മേൻ ചൽ നഹി സക്തി, കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. മൈത്തയ്യോ നമസ്തേ കൊയ് ബാത്ത് നഹി, തിരിച്ചും നമസ്തേ പറയാണ്. അത് സാരമില്ല. മേ ഹി ഖടാ ഹോക്കർ ആപ്കെ ലിയെ പെർഫോമൻസ് കർ സക്താഹും, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങൾക്കായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ആപ് ചിന്ത നക്കരെ, നിങ്ങൾ വിഷമിക്കണ്ട. മഹിള ഓഹ് യഹ് ബഹുത് അച്ചി ബാത്ത് ഹേ, യഹ് ബഹുത് അച്ചി ബാത്ത് ഹേ, ആപ്കാ ബഹുത് ബഹുത് ധന്യവാദ്. ഓ, അത് വളരെ നല്ലൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി. മൈത്തയ്യോ ഖുശി ഹുയിക്ക് മേൻ കുച്ച് കർ പായ, എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയെന്നതിൽ. ഉമ്മീദ് ഹേ ആപ്കോ മേരാ പ്രദർശൻ പസന്തായേഹ, എൻ്റെ പ്രദർശനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ചുരുക്കിയാണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, जो चीज़ मुझे पसंद है मुझे वही करते रहना चाहिए, इसका नंबर आपका विचार क्या है, टिप्पणी लिखे. ഏത് കാര്യമാണോ എനിക്കിഷ്ടമുള്ളത് അത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു കാര്യം എനിക്ക് അവസാനം മനസ്സിലായി എന്ന് അദ്ദേഹം പറയണം. അതായത് അദ്ദേഹത്തിന് വരയ്ക്കാനാണ് ഇഷ്ടം, അപ്പോൾ വര തുടർന്നുകൊണ്ടിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അല്ലേ, നമുക്ക് ടാലൻ്റുള്ള കാര്യം നമ്മൾ തുടരണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ചല്ല നിങ്ങളുടെ വിചാരം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് അതിന് ഉത്തരം തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റി എഴുതാം കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നിരിക്കുന്നു. യഹ് കഥൻ ആംശിക് രൂപസെ സഹീഹേ, ഈ ഒരു പറച്ചിൽ ഭാഗികമായിട്ട് ശരിയാണ്. അപ്പനെ പസന്ത് കാ കാം കർണ ഹമേം ഖുശി ഓർ സന്തുഷ്ടി ദേത്താ ഹേ, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക എന്നുള്ളത് നമുക്ക് സന്തോഷവും സന്തുഷ്ടിയും നൽകുന്ന കാര്യമാണ്. സാത്ത് ഹി ഹമേം ഉസ്മേം ബേഹത്തർ ബനനേമേം ഫി മദത് കർത്താ ഹേ, എന്ന് മാത്രമല്ല അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൽ മെച്ചപ്പെടുകയും ചെയ്യും. ബേഹത്തർ ബനന എന്ന് പറഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെടുകയാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ചെയ്യുന്നതിൽ നമ്മൾ മെച്ചപ്പെടുന്നത്. അല്ലേ, സാത്ത് ഹി ഹമേം ബേഹത്തർ ബനനേമേം ഫി മദത് കർത്താ ഹേ. ഹാലാങ്കി എന്നിരുന്നാലും യഹ് ഭി മഹത്വപൂർണ്ണ ഹേ കി ഹം അപ്പനെ നിർണയവും അവർ പരിണാമവും പർ വിചാർ കരേ, എന്നിരുന്നാലും ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, അതായത് നമ്മൾ നമ്മുടെ തീരുമാനങ്ങളും അവയുടെ പരിണിത ഫലങ്ങളെക്കുറിച്ചും കൂടെ ചിന്തിക്കണം. അവർ യഹ് സുനിശ്ചിത് കരെ, ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം. എന്താണ്, ഹമാരി പസന്ത് ദൂസരോം കോ നുക്സാൻ ന പഹുഞ്ചായേ, നമ്മുടെ ഇഷ്ടം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു നഷ്ടം ഉണ്ടാകരുത്, ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം. യാ ഹമാരെ സ്വയം കെ വികാസമേ ബാധ ന ബനെ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വികസനത്തിനും അത് തടസ്സമായി മാറരുത്. സന്തുലൻ ബനായ രഖന ആവശ്യകത, ഈ ഒരു കാര്യത്തിൽ നമ്മൾ സന്തുലൻ ബനായ രഖനാഹെ, അത് നമ്മൾ ബാലൻസ് കീപ്പ് ചെയ്യണം. യഹാം ഹം അപ്നി രുചി കാ പാലൻ കർത്തേ ഹുയെ സിമ്മേദാരിയും അവർ നൈതിക് വിചാരം ഗോപി ധ്യാൻ മേ രഹേ, നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ ധാർമ്മികമായ നമ്മുടെ ചിന്താഗതികളും, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ധാർമ്മികതയ്ക്കും നമ്മുടെ ഉത്തരവാദിത്തത്തിനും ചേർന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ എന്നും കൂടെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ധാർമ്മികതയ്ക്ക് ചേരാത്തതോ അല്ലെങ്കിൽ ഉത്തരവാദിത്ത രഹിതമായൊരു കാര്യമാണെങ്കിൽ അത് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് ശരിയായ കാര്യമല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, പ്രകൃതി और कला के बीच अभिन्न संबंध है, इस विषय पर एक लेख लिखे. പ്രകൃതിയും കലയും തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു ബന്ധമുണ്ട്, ഇതിനെക്കുറിച്ചൊരു ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്പം നീണ്ട ഒരു ലേഖനമാണ്, കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങളതൊന്ന് വായിച്ച് കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. പ്രകൃതി और कला के बीच अभिन्न संबंध पर लेख. പ്രകൃതി और कला का संबंध अत्यंत गहरा और अटूट है. പ്രകൃതിയും കലയും തമ്മിലുള്ള ബന്ധം വളരെ ആഴമേറിയതും അതുപോലെ ഒരിക്കലും മുറിഞ്ഞു പോകാത്തതുമാണ്. പ്രകൃതി ഹമേശാസെ കലാകേലിയ പ്രേരണാക്ക സബ്സെ ബഡാ സ്രോത് രഹി ഹെ, കാരണം എന്താണ്, പ്രകൃതി എന്നും കലയ്ക്കുള്ള ഒരു പ്രേരണ നൽകുന്ന സ്രോതസ്സാണ്. चाहे वह पहाड़ों की विशालता हो, नदियों का कलकल बहना हो, फूलों के रंग हो या पक्षियों का कलरव हो, इन सभी से कलाकारों को अपनी कृतियों में इन्हें उदाहरने के लिए प्रेरित किया है. ഉദാഹരണം പറയുവാണ് പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെയാണ് കലാകാരന്മാരെ എടുക്കുന്നത്.
ഒരുപക്ഷെ അത് പർവ്വതങ്ങളുടെ ആ ഒരു വിശാലതയായിരിക്കാം, അല്ലെങ്കിൽ കളകളനാദത്തോടു കൂടി ഒഴുകുന്ന നദിയുടെ ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ ഫൂലോങ്കെ നദികളായിരിക്കാം, അല്ലെങ്കിൽ ഫൂലോങ്കെ രംഗ് പൂക്കളുടെ നിറങ്ങളായിരിക്കാം, പക്ഷിയോങ്ക കളരവ് പക്ഷികളുടെ കളകളനാദമായിരിക്കാം. ഇൻ സഫീനെ കലാകാരോങ്കോ അപ്നി കൃതിയോമേം ഉദാഹരണയ്ക്ക് ലിയെ പ്രേരിതകിയാകെ. ഇതെല്ലാം കലാകാരന്മാരെ അവരുടെ കൃതികളിൽ വരച്ച് കാണിക്കുന്നതിന് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. അതായത് വരയ്ക്കുന്നവരാണെങ്കിൽ അതിനെ വരയ്ക്കാൻ ഉപയോഗിക്കും, സാഹിത്യം എഴുതുന്നവരാണെങ്കിൽ അതിനെ എഴുത്തിന് ഉപയോഗിക്കും, ചിത്രങ്ങൾ സിനിമ പോലെയുള്ള പ്രദർശനങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ അതിനെ ചിത്രങ്ങൾ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ചിത്രകലാമയം കലാകാർ അക്സർ പ്രാകൃതിക് ദൃശ്യവും ജൈസെ പരിദൃശ്യ സമുദ്രി ദൃശ്യ അവർ വന്യജീവങ്കോ ചിത്രിത് കർത്തേഹേ. ചിത്രകലയിലാണെങ്കിൽ കലാകാരന്മാർ എന്താണ് ചെയ്യുന്നത്? അക്സർ പ്രാകൃതിക് ദൃശ്യവും മിക്കവാറും പ്രാകൃതികമായ ദൃശ്യങ്ങളെ കാണിക്കുന്നു. ജൈസെ പരിദൃശ്യ സമുദ്രീ ദൃശ്യ അവർ വന്യജീവങ്കോ ചിത്രിത് കർത്തേഹേ. അവർ ചുറ്റുപാടുമുള്ള കാഴ്ചകളെ, അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ വന്യജീവികളുടെ ചിത്രങ്ങൾ ഒക്കെ അവർ ചിത്രകലയിൽ വരയ്ക്കുന്നു. മൂർത്തികലാമയം പ്രാകൃതിക് സാമഗ്രി ജൈസെ പത്തർ ലക്കടി അവർ മിട്ടിക്ക ഉപയോഗിയാകെ. ഇനി ശില്പകലയിലാണെങ്കിലോ പ്രകൃതിയിൽ നിന്നുള്ള സാമഗ്രികളായ കല്ല്, തടി, മണ്ണ് ഇതൊക്കെയാണ് ശില്പകലയിൽ ഉപയോഗിക്കുന്നത് അല്ലേ. അവർ കൈ മൂർത്തിയാംഫി പ്രാകൃതിക് രൂപം സ പ്രേരിത കൊത്തിഹേ. ചില മൂർത്തികളാണെങ്കിൽ പ്രകൃതിയിൽ തന്നെയുള്ള രൂപങ്ങളുടെ മൂർത്തികൾ തന്നെയാണ് അല്ലേ. സംഗീതമേം പ്രകൃതിക്ക് ധ്വനിയാം ജൈസെ ബാരിഷ് കി ബൂന്തേം ഹവാക്ക സർസരാന യാ ചിടിയാക്ക ചക്ചഹാന. സംഗീതകാരോങ്കോ ധുനേം അവർ ലൈ ബനാനെ കെ ലിയെ പ്രേരിത കർത്തി ഹേ. സംഗീതത്തിൽ എങ്ങനെയാണ് പ്രകൃതിയെ ഉപയോഗിക്കുന്നത്? പ്രകൃതിക്ക് ധ്വനിയാം. സംഗീതത്തിൽ ഉപയോഗിക്കുന്ന പ്രകൃതിയിലെ സൗണ്ടുകളാണ്, ശബ്ദങ്ങളാണ് അല്ലേ. എന്തൊക്കെ ശബ്ദങ്ങളാണ് സാധാരണ പ്രകൃതിയിലുള്ളത്? ജൈസെ ബാരിഷ് കി ബൂന്തേ മഴത്തുള്ളികൾ അല്ലേ, ഹവാക്ക സർസരാന കാറ്റിൻ്റെ വീശൽ, ചിടിയോങ്ക ചക്ചഹാന പക്ഷികളുടെ ചിലയ്ക്കൽ. ഇതെല്ലാം സംഗീതകാരന്മാരെന്തിനുപയോഗിക്കുന്നു? ധുനേം അവർ ലൈ ബനാനെ കെ ലിയെ പ്രേരിത കർത്തി ഹേ. ഈണവും താളവും ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ശബ്ദങ്ങളൊക്കെ സംഗീതകാരന്മാർ ഉപയോഗിക്കുന്നു. സാഹിത്യമേയും കവി അവർ ലേഖക് പ്രകൃതിക്ക വർണ്ണൻ കർണേ. സാഹിത്യത്തിലാണെങ്കിൽ കവികളും എഴുത്തുകാരും പ്രകൃതിയെ വർണ്ണിക്കുന്നു. അവർ ഉസ്കെ മാധ്യം സെ മാനവീയ ഭാവനാവും അവർ അനുഭവങ്ങോ വ്യക്തി കർണേക്കിലെ പ്രകൃതിക്ക സഹാര ലേത്തേ ഹേ. അവരുടെ പ്രകൃതിയിലെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി വഴിയായിട്ട് മാനവീയ ഭാവനാവും അവർ അനുഭവങ്ങോ വ്യക്തി കർണേക്കിലെ പ്രകൃതിക്ക സഹാര ലേത്തേ ഹേ. മനുഷ്യൻ്റെ ഭാവനകളെയും മനുഷ്യൻ്റെ അനുഭവങ്ങളെയും വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതിയുടെ സഹായം തേടുന്നു. कला हमें प्रकृति की सुंदरता और जटिलता को एक नए दृष्टिकोण से देखने में मदद करती है. കല നമ്മെ പ്രകൃതിയുടെ സൗന്ദര്യത്തെയും അതിൻ്റെ സങ്കീർണതയെയും ഒരു പുതിയ ദൃഷ്ടികോണിൽ കാണാനായിട്ട് സഹായിക്കുന്നു. ജബ്കി പ്രകൃതി കലാക്കോ അനന്ത പ്രേരണ പ്രദാൻ കർത്തി ഹെ. നേരെ മറിച്ച് പ്രകൃതി എന്താണ് ചെയ്യുന്നത്? പ്രകൃതി കലാക്കോ അനന്ത പ്രേരണ പ്രദാൻ കർത്തി ഹെ. കലയ്ക്കെന്നും പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി. ഇസ് പ്രകാർ പ്രകൃതി ഒരു കല ഏക് ദൂസരേക്ക് പൂരക ഹെ. ഇങ്ങനെ നോക്കിയാൽ പ്രകൃതിയും കലയും പരസ്പര പൂരകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒന്നില്ലാതെ മറ്റൊന്നില്ല. അവർ ദോനോംഹി മാനവ അനുഭവക്കോ സമൃദ്ധ കർത്തേ ഹെ. എന്ന് മാത്രമല്ല രണ്ടും മനുഷ്യൻ്റെ അനുഭവങ്ങളെ സമൃദ്ധമാക്കുന്നു. ധാരാളം അനുഭവങ്ങൾ മനുഷ്യനെ രണ്ടും പ്രദാനം ചെയ്യുന്നു. പ്രകൃതിയും അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു, കലയും അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫുമായിട്ട് പഠിക്കുക. ബാക്കി മുഴുവൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി അനുബന്ധകാരിയായിട്ട് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. അപ്നെ കിസിയേക്ക് യാത്രാക്ക വിവരൺ കരെ. നിങ്ങളുടെ ഒരു യാത്രയെ വിവരിക്കാനാണ്. ഇതിപ്പോൾ നമ്മുടെ ലേഖകൻ പോയ രീതിയിലുള്ളൊരു യാത്രയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പാട്ട്, ഡാൻസ്, വാദ്യഘോഷങ്ങളോടുകൂടിയ പാട്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളും ഓരോ പ്രദേശത്തേക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ നിന്ന് ഇതുപോലെ എല്ലാവരും പാട്ട് പാടുകയും അങ്ങനെ വിവിധ മത്സരങ്ങൾ ഡാൻസ് ചെയ്യുകയും വിവിധ മത്സരങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പം നിങ്ങളുടെ അങ്ങനത്തെ ഒരു അനുഭവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മൂന്നാറിലേക്ക് പോയൊരു യാത്രയുടെ അനുഭവമാണ് തന്നിരിക്കുന്നത്. മൂന്നാർക്ക് യാത്രയൊക്കെ അവിസ്മരണീയ അനുഭവത്തി. മൂന്നാറിലേക്കുള്ള യാത്ര ഒരു അവിസ്മരണീയമായ അനുഭവമായിരുന്നു. കേരളക്കെ ഇസ് ഖൂബ്സൂരത് പർവ്വതീയ സ്ഥൽ പർ പഹുഞ്ചത്തെ ഹി ഹരി ഭരി ചായ് കെ ഭാഗാൻ അവർ താസി ഹവാനെ ഹമാര സ്വാഗത കിയ. കേരളത്തിലെ അതിമനോഹരമായ ഈ പർവ്വതീയ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ നല്ല പച്ചപ്പുള്ള ചായത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ ഫ്രഷായിട്ടുള്ള ഹവ,
ഫ്രഷായിട്ടുള്ള ശുദ്ധവായു, ഇത് രണ്ടുമാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ദൂർ ദൂർ തക് ഫൈലി ഹരിയാലി, വളരെ ദൂരത്തേക്ക് പരന്ന് വ്യാപിച്ച് കിടക്കുന്ന പച്ചപ്പ്. കിസി ഹരി ചാദർ സി ലഗ്രഹീത്തി, അത് കണ്ടാൽ ഒരു പച്ച പുതപ്പാണെന്ന് തോന്നും. രാസ്തമേ മിലൻ ചോട്ടെ ചോട്ടെ ചർണെ, പോകുന്ന വഴിക്ക് ഒത്തിരി ചെറിയ അരുവികളൊക്കെ ഉണ്ട്. അവർ ബാദലോങ്കോ ചൂനേക്ക എഹസാസ്, അതുപോലെ തന്നെ നല്ല ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് ബാദലോങ്കോ ചൂനേക്ക എഹസാസ് അത്ഭുതത. ബാദലോങ്കോ ചൂനേക്ക എഹസാസ് എന്ന് പറഞ്ഞാൽ സാധാരണ താഴ്വാര പ്രദേശം, സമുദ്രതീരമൊക്കെ വെച്ച് നോക്കുമ്പോൾ മൂന്നാർ ഒത്തിരി ഉയരമുള്ള ഒരു പ്രദേശമാണല്ലേ. അപ്പോൾ അവിടെ സമുദ്രതീരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് മൂന്നാറിലേക്ക് ചെല്ലുമ്പോൾ റോഡുകളിൽ ഇങ്ങനെ വട്ടം കറങ്ങി കയറ്റം കയറിയാണ് മുകളിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ അത് മേഘങ്ങളെ തൊടാൻ പോകുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് അവർക്കത് നൽകുന്നതെന്നാണ് പറയുന്നത്. ശാന്ത് ഝീൽമേൻ നൗക വിഹാർ, വളരെ ശാന്തമായ ആ ഒരു അരുവിയിൽ ബോട്ട് യാത്ര. അതുപോലെ ടൽത്തെ സൂരജ് കെ നാരംഗി ബൈരംഗി രംഗ്, അസ്തമിക്കുന്ന സൂര്യൻ്റെ ആ ഒരു നിറം, ആ നിറത്തെ ഇവിടെ നാരംഗി ബൈങ്കനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാരംഗി ബൈങ്കനി എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം, അതുപോലെ തന്നെ വയലറ്റ് നിറം, മഞ്ഞയും വയലറ്റും കൂടെ കൂടിയ ആ ഒരു നിറമാണ് അസ്തമിക്കുന്ന സൂര്യനുള്ളത് അല്ലേ. ആ നിറം ഇസ് യാത്രക്ക് ഓർ ഭി യാദഗാർ ബനാ ദിയ, അതൊക്കെ കണ്ടത് ഈ യാത്രയെ എനിക്ക് കൂടുതൽ ഓർമ്മയുള്ളതാക്കി. മൂന്നാർ വാക്കൈ ശഹർ കി ഭാഗ് ദൗड़ से दूर प्रकृति के करीब सुकून के पल बिताने के लिए एक बेहतरीन जगह है. മൂന്നാർ യഥാർത്ഥത്തിൽ പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി, വാക്കൈ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ശഹർ കി ഭാഗ് ദൗड़ से दूर, പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ അകന്നു മാറി, പ്രകൃതിക്ക് കരീബ്, പ്രകൃതിയോട് അടുത്തിണങ്ങി, സുകൂൻ കെ പൽ ബിതാനെ കെ ലിയെ ഏക് ബേഹത്തരീൻ ജഗഹ് ഹേ, വളരെ സുഖപ്രദമായ നിമിഷങ്ങൾ ചെലവഴിക്കാനുള്ള വളരെ നല്ലൊരു സ്ഥലമാണ് മൂന്നാർ. സുകൂൻ കെ പൽ ബിതാന എന്ന് പറഞ്ഞാൽ സുഖകരമായ, വളരെ റിലീഫുള്ള, പൽ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ, ബിതാനെ കെ ലിയെ ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള ബേഹത്തരീൻ ജഗഹ് ഹേ, ഒത്തിരി സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്, അതിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്നാർ. പ്രിയ കുട്ടികളെ, ചോദ്യോത്തരങ്ങൾ ഏകദേശം എല്ലാം തന്നെ നിങ്ങൾക്ക് തന്നു. അനുബന്ധ കാര്യവും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർക്കുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. നിങ്ങളുടെ സ്വന്തം മേരിക്കുട്ടി ടീച്ചർ. हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी, सीखे मिलकर नए नए रंग, हर दिन नए सपने हम संग.